സഹൃദയരെ കലാസ്നേഹികളെ, നിങ്ങളെ കൂട്ടത്തിൽ ബോയ്സ് സീരീസ് കാണുന്ന ആൾക്കാരുണ്ടോ? എൻ്റെ ചാനലിൽ എനിക്കറിയില്ല നിങ്ങളത് കാണുന്നുണ്ടോ എന്ന്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. എന്താ ഇപ്പോൾ അതിൻ്റെ അവസാനത്തെ സീസൺ ഇറങ്ങിയിട്ടുണ്ട്. 2 എപ്പിസോഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത എപ്പിസോഡ് എനിക്ക് തോന്നുന്നു 3ാമത്തെ എപ്പിസോഡ് 2 ദിവസത്തിനകത്ത് വരുമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം. നിങ്ങൾ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്, അഡൾട്ട് വയലൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ബോയ്സിന്റെ സീരീസ് കാണാം. അതിന്റെ സ്പിൻ ഓഫ് ഉണ്ട് വേറെ ജെൻ ബി. പക്ഷെ നിങ്ങൾ ആദ്യം ബോയ്സിന്റെ കുറച്ച് എപ്പിസോഡ്സ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സീസൺ 2 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് സ്പിൻ ഓഫ് കൂടെ കാണാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് പീക്ക് എക്സ്പീരിയൻസ് കിട്ടും. കിട്ടില്ല സീരീസ് ആണ്. ഇതൊരു കോമിക് അഡാപ്റ്റേഷൻ ആണ്. ഉള്ളവർക്കും അറിയാൻ പറ്റും കോമിക് അഡാപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കോമിക്സിലുണ്ട്. പക്ഷേ കോമിക്സുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ലിറ്ററലി പറഞ്ഞാൽ അവർ ആ കഥാപാത്രങ്ങൾ എടുത്തിട്ട് മൂവിക്ക് വേണ്ടി പല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഞാൻ കോമിക്സിന്റെ ഏകദേശം സാധനങ്ങൾ കംപ്ലീറ്റ് വായിച്ചു തീർത്താണ്. പക്ഷേ അതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ സാധനങ്ങളൊക്കെ പോകുന്നത്. ഇനി അത് അറിയാവുന്നവർക്ക് വേണ്ടി ഞാൻ പറയാണ്. ഇവിടെ 2 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ട്. 2 കിടിലൻ സാധനം. ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി ബില്ലി ബുച്ചറിന്റെ കഥാപാത്രങ്ങൾ, അതായത് ബോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം ഹോംലാൻഡറിന്റെ, അതായത് ഓട്ടമായിട്ടുള്ള ഈ സൂപ്പർ ഹീറോസുമായിട്ട് ഒന്ന് കട്ടയ്ക്ക് അടിച്ച് നിൽക്കാൻ വേണ്ടി ഒരു സാധനം ഇവരിപ്പോൾ കാണിച്ചേക്കുന്ന. ഇത് കഴിഞ്ഞ സീസണിൽ ആക്ച്വലി അവർ കാണിച്ചിട്ടുണ്ട്. അവരൊരു വൈറസിനെ കണ്ടുപിടിക്കുന്നു. ആ വൈറസ് വെച്ചിട്ട് സൂപ്സിനെയൊക്കെ അവർക്ക് നള്ളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ട്രൈ ഒക്കെ ഇവർ കഴിഞ്ഞ സീസണിൽ കാണിച്ചു. പക്ഷേ ഇപ്പോൾ അത് ആക്ച്വലി പോസിബിൾ ആയിട്ടുണ്ട്. പക്ഷേ ആ സാധനം യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഫൈനൽ എപ്പിസോഡിലാണ് സെക്കൻഡ് എപ്പിസോഡ് തീരുമ്പോഴത്തേക്ക് അതിൽ ലാസ്റ്റ് ഒരു സാധനം കാണിക്കുകയായി. അത് മാത്രമല്ല ഒരുപാട് സർപ്രൈസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വരും പോകും. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇനി അടുത്ത എപ്പിസോഡ് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര വെയിറ്റ് ചെയ്യണം. അടുത്ത് എന്താ വന്നുടഞ്ഞ. കാരണം ഞാൻ ഈ ബോയ്സിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഒരെണ്ണം കണ്ടതിന് ശേഷം സീസൺ കംപ്ലീറ്റ് ഇരുന്നങ്ങ് തീർക്കണത്. എനിക്ക് അത്രയ്ക്ക് എക്സൈറ്റഡ് ആയിരുന്നു ഇത് കാണാനായിട്ട്. ഇരുന്നങ്ങ് തീർത്ത് രാവും പകലും ഉറക്കമില്ലാതെ കംപ്ലീറ്റ് കണ്ടു തീർക്കണത്. ഇതിലെ കഥാപാത്രങ്ങളോ ഒന്ന് ബില്ലി ബുച്ചറിന്റെ ആറ്റിറ്റ്യൂഡ് അറിയാമല്ലോ. ബില്ലി ബുച്ചറിനെക്കാളും കട്ട ആറ്റിറ്റ്യൂഡാണ് ഹോംലാൻഡറിന്. ഹോംലാൻഡർ ആന്റണി സ്റ്റാർ ആണ് ഹോംലാൻഡർ ചെയ്യുന്ന പുള്ളി. ഇതിനകത്ത് പുള്ളിയുടെ എന്താ അഭിനയം. പുള്ളി ആ ഒരു സാധനം ആ ഓറ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും. കൂടെ ഉള്ള ടീമുകളൊക്കെ എല്ലാം പുള്ളിയെ ഭയങ്കര പേടിയാണ്. അത് എല്ലാ കഥാപാത്രത്തിലും ഉണ്ട്. പക്ഷേ എല്ലാ സീരീസിനകത്തും സാധനം ഉണ്ട്. അത് ഇതിനകത്തുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഹോംലാൻഡർ കൃത്യമായിട്ട് മെന്റലി ബ്രേക്ക് ആവുന്ന പല സീനുകളും പല സാഹചര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്തൊരു കഥാപാത്രം ഒരു ചോദ്യം ചോദിക്കുമേ, സൂപ്പർ പവർ ഇല്ലെങ്കിൽ നീ ആരാണെന്ന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ തോന്നും ഓക്കെ, അതായത് ഇവൻ ഓവർ പവർ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് ഈ ഹോംലാൻഡർ എന്ന് പറഞ്ഞാൽ വെറും ഒരു മൊണ്ണയാണെന്നുള്ള സാധനമൊക്കെ നമ്മൾ ആന്റണി സ്റ്റാർ നമുക്ക് കൺവിൻസ് ചെയ്ത് തരുകയാണ് ആ ഒരു അഭിനയത്തിലൂടെ. അത് ഹാറ്റ്സ് ഓഫ് കിട്ടിലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ആന്റണി സ്റ്റാർ അല്ലാതെ ഹോംലാൻഡർ എന്നുള്ള കഥാപാത്രം ചെയ്യാനായിട്ട് വേറെ ആരാണ്? മേ ബി നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സാധനങ്ങൾ. പിന്നെ വന്നിട്ട് മിസ്റ്ററീസ് ഉണ്ട്. ബ്ലാക്ക് നോവറിന്റെ ഒരു സാധനം അതെനിക്ക് കൃത്യമായിട്ട് എനിക്ക് കത്തിയില്ല. മിക്കവാറും മേ ബി അത് എന്താണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് നമ്മളൊന്ന് ആലോചിക്കണം. ശരിക്കും പറഞ്ഞാൽ കോമിക്സിനകത്ത് ബ്ലാക്ക് നോവർ എങ്ങനെയാണെന്നോ, കോമിക്സിനകത്ത് ബ്ലാക്ക് നോവർ എന്ന് പറയുന്നത് ഹോംലാൻഡറിന്റെ ഒരു ക്ലോൺ ആണ്. എന്നിട്ട് ഈ ക്ലോൺ ആണ് ആക്ച്വലി ഹോംലാൻഡർ എന്ന കോമിക്സിൽ കൊല്ലുന്നത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. കോമിക്സിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ എന്തായാലും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. പൊളി സാധനം.